പ്രേക്ഷകർക്ക് മാസ്റ്റർ ഓഫ് ഒറിജി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സന്തോഷം, ആ വ്യക്തി വളരെ വിഷമത്തിലാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്യാപ്ഷൻ. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഈ വീഡിയോ കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സന്തോഷം, ആ വ്യക്തി വളരെ വിഷമത്തിലാണ്. നിങ്ങളെ ഓർമ്മിക്കുമ്പോഴും നിങ്ങളുമായി ഹൃദയം തുറക്കുമ്പോഴും മാത്രമേ ആ വ്യക്തിക്ക് സന്തോഷം കിട്ടുന്നുള്ളൂ. ആ വ്യക്തി പല തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തും, പലതരത്തിലുള്ള ചിരികൾ നടത്തും. പക്ഷേ നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ഒന്ന് ചിരിക്കുന്നത്. ആ വ്യക്തിക്ക് സന്തോഷിക്കണമെങ്കിലും ചിരിക്കണമെങ്കിലും നിങ്ങൾ കൂടിയേ തീരൂ. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. നിങ്ങളില്ലാതെ ആ വ്യക്തി ജീവിതത്തെ കാണുന്നത് മറ്റൊരു തലത്തിലാണ്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ദുഃഖങ്ങളുണ്ട്. ഒന്നിനുമല്ല, നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷം പകരുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആ വ്യക്തി എല്ലാവരോടും സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നിങ്ങളാണ് ആ വ്യക്തിയുടെ ശക്തി. നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ചിരിക്കാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീർത്താൽ തീരാത്ത ദുഃഖം ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ചിരിക്കുന്നത് വലിയ ദുഃഖങ്ങൾ തന്നെയാണ്. അതിൽ നിന്നും ആ വ്യക്തിക്ക് മോചനം ലഭിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കുറേയേറെ പ്രശ്നങ്ങൾ വരുന്നു, കുറേയേറെ പ്രതിസന്ധികൾ വരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതയാത്രയിൽ നിരവധി ആയ പ്രതിസന്ധികൾ ആ വ്യക്തിക്ക് സഹിക്കേണ്ടി വരികയാണ്. നിങ്ങളല്ലാതെയുള്ള ആരെ ആ വ്യക്തി സ്നേഹിച്ചിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടോ, കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടോ? അവരൊക്കെ ആ വ്യക്തിയെ പരിഗണിച്ചില്ല, ആ വ്യക്തിക്ക് നൽകേണ്ടത് നൽകിയില്ല, ആ വ്യക്തിയോട് മര്യാദ പോലും കാണിച്ചില്ല. നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയോട് മര്യാദ കാണിച്ചത്. നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയെ ഹൃദയം തുറന്ന് ഇഷ്ടപ്പെട്ടത്. നിങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച്, നിങ്ങളില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരോട് സംസാരിക്കുമെങ്കിലും മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെയാണ്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അത് മറ്റാർക്കും സഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ആ വ്യക്തിക്ക് ഒരു സമാശ്വാസം ലഭിക്കുന്നത് ചില ആളുകൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല. അവർ അതിന് പലതരത്തിലുള്ള പാരകൾ പണിയാനും പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ആത്യന്തികമായിട്ട് നിങ്ങൾക്ക്
മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. ആ വ്യക്തിയിൽ സന്തോഷിപ്പിക്കാനും ആ വ്യക്തിക്ക് സമാധാനം നൽകാനും. മറ്റുള്ളവർ വിജയിക്കാനല്ല നോക്കുന്നത്, തകർക്കാനാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് ആ വ്യക്തി. ആ പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും ചെറുതല്ല. ആ പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും കട്ടി കുറഞ്ഞതോ അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞതോ ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ നിസ്സാരമൊന്നും ആയിരുന്നില്ല. വലിയ പ്രതിസന്ധികൾ തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സാന്നിധ്യം നൽകുന്ന ഒരു ആശ്വാസത്തിലാണ് ജീവിച്ചു പോകുന്നത്. നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്, ജീവിതത്തിൽ ഒരുപാട് അവസ്ഥകൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ മാത്രമേ ആ വ്യക്തിക്കുള്ളൂ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് അത്ഭുതമായിട്ട് തോന്നും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ലല്ലോ, ഞാൻ കരുതിയത് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല കാര്യം. നിരവധിയായ പ്രതിസന്ധികൾ, നിരവധിയായ പ്രശ്നങ്ങൾ, അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്നതായിട്ടില്ല. നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും നിങ്ങളുണ്ട് എന്നുള്ള ആശ്വാസം ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി തൻ്റെ ദുഃഖങ്ങൾ പോലും മറക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി ആകെ പ്രതിസന്ധിയിലാകും, അല്ലെങ്കിൽ ആ വ്യക്തി ആകെ കുഴപ്പത്തിലാകും. നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് മാത്രമാണ് ആ വ്യക്തി നിലനിന്ന് പോകുന്നത്. നിങ്ങളും കൂടി ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയാൽ, നിങ്ങളും കൂടി ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കിയാൽ ആ വ്യക്തിക്ക് പിന്നെ മറ്റ് വഴികളൊന്നും ഉണ്ടാവില്ല. മറ്റ് പ്രശ്നങ്ങൾ ആ വ്യക്തിയെ കാർന്നു തിന്നതുപോലെ ആ സമയത്ത് ഒരു കച്ചിത്തുരുമ്പായിട്ട്, ഒരു പ്രതീക്ഷയായിട്ട്, ഒരു ആശ്വാസമായിട്ട്, ഒരു തണലായിട്ട് നിങ്ങൾ ഉള്ളതാണ് ആ വ്യക്തിയുടെ ശക്തി. അതുകൂടി ഇല്ലാതെ ആകുമ്പോൾ വലിയ ദുഃഖം ആ വ്യക്തിക്ക് സംഭവിക്കും. ചിലപ്പോൾ ഒരു ദുരന്തം തന്നെ അതായിട്ട് മാറും. തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, തന്നെ ഇഷ്ടപ്പെടാൻ ആരുമില്ല, തനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് തൻ്റെ പ്രശ്നങ്ങളെ, തൻ്റെ പ്രതിസന്ധിയെ തരണം ചെയ്ത് നിങ്ങളില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര തീക്ഷ്ണതയുള്ള പ്രതിസന്ധികളാണ് ആ വ്യക്തിയെ ബാധിക്കുന്നത്. നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് ഇപ്പോൾ ഏക പ്രതീക്ഷ. നിങ്ങൾ കൂടി സ്നേഹിക്കാനില്ലെങ്കിൽ, നിങ്ങൾ കൂടി ഇഷ്ടപ്പെടാനില്ലെങ്കിൽ പിന്നെ എന്താണ് ആ വ്യക്തിക്ക് ബാക്കിയായിട്ടുണ്ടാകുക? നിങ്ങൾ നൽകുന്ന സൗഹൃദം, നിങ്ങൾ നൽകുന്ന നന്മ, അതിൻ്റെ ഒരു ശക്തിയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി ഇപ്പോൾ കരുതുന്നത് നിങ്ങളുടെ ദയയാണ്, നിങ്ങൾ നൽകിയ ഒരു ഭിക്ഷയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം. മറ്റെല്ലാവരും ആ വ്യക്തിക്ക് സമ്മാനിച്ചത് ഒരുപാട് ദുഃഖങ്ങളാണ്. അവരവരുടെ കാര്യം നേടിപ്പോയി, അവരവരുടെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അവർ നൽകിയില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സപ്പോർട്ടും അവർ നൽകിയില്ല. അവർക്ക് നൽകാൻ കഴിയില്ല, കാരണം അവരുടെ അജണ്ട അതായിരുന്നു. ഒരുപാട് ആളുകളെപ്പോലെ ഒരാളായി അവസാനം ആ പരിഗണന പോലും നൽകാതെ അവർ ആ വ്യക്തിയെ ഉപദ്രവിച്ചു. നിങ്ങളാണ് ആദ്യമായിട്ട് ആത്മാർത്ഥതയുടെ ഒരു
ഒരു പൊട്ട് അല്ലെങ്കിൽ ഒരു ശകല ആ വ്യക്തിക്ക് നൽകിയത് ആദ്യമായിട്ട്. അപ്പോഴാണ് ആ വ്യക്തി മനുഷ്യത്വമുള്ളൊരു വ്യക്തിയെ കാണുന്നത്. നിങ്ങൾ നൽകിയ സ്നേഹം, ഇഷ്ടം, അത് വല്ലാതെ ആ വ്യക്തി ആസ്വദിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ വാക്ക്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ നൽകുന്ന ആശ്വാസം, അതൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ആ വ്യക്തി. പക്ഷേ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന ആ ഇഷ്ടം, ആ സ്നേഹം, അത് നിങ്ങൾക്ക് കൂടി അതിലൊരു സുഖം കിട്ടുന്നുണ്ട്, ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് അത്രയും കൃത്യമായ സ്നേഹം നൽകുമ്പോൾ, പരിഗണന നൽകുമ്പോൾ, ആ വ്യക്തി തിരിച്ച് നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം, പരിഗണന, അത് നിങ്ങളെ സംബന്ധിച്ച് വലുതാണ്. സ്നേഹം ഒട്ടും വെറുതെയാകില്ല. അത് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ച് കിട്ടുമെന്ന് പറയുന്ന പോലെ, നിങ്ങൾ ആ വ്യക്തിക്ക് സ്നേഹം കൊടുക്കുമ്പോൾ ആ വ്യക്തി അതിൻ്റെ ഇരട്ടി സ്നേഹം തിരിച്ചു നൽകുന്നു, ഇരട്ടി ഇഷ്ടം തിരിച്ചു നൽകുന്നു. ഓരോ നിമിഷങ്ങളിലും, ഓരോ സാഹചര്യങ്ങളിലും അത് നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കും. അത് വളരെ ഇഷ്ടത്തോടെ, വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ആരും അലോസരപ്പെടുത്താനില്ലാത്ത നിങ്ങളുടേതായൊരു ലോകം, അത് ആ വ്യക്തി ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. ആ വ്യക്തി അത് സ്വപ്നം കാണുമെന്ന് നിങ്ങളോട് പറയുമ്പോൾ, ആ വ്യക്തിക്ക് അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തിക്കുണ്ടായതിൻ്റെ ഇരട്ടി. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ വ്യക്തിയെ ആരും സ്നേഹിക്കാനില്ലാതെയും ആ വ്യക്തിക്ക് ആരും പരിഗണന കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങളതെല്ലാം കൊടുത്ത് അവസാനം ആ വ്യക്തി ചോദിക്കുകയാണ്, എന്തിനായിരിക്കും എന്നെ ഈ വ്യക്തി ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്, എന്തിനു വേണ്ടിയായിരിക്കും എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹം, നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്ന സ്നേഹം അതിൻ്റെ ഇരട്ടി കിട്ടുകയാണ്. ഒരു 100 മടങ്ങ് കൊടുത്തിട്ട് അതിൻ്റെ 200 മടങ്ങ് തിരിച്ചു കിട്ടുന്ന അവസ്ഥ, അത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ സ്നേഹത്തിൻ്റെ സുഖം, ആ സ്നേഹത്തിൻ്റെ ആ ഒരു ആശ്വാസം, തണൽ കിട്ടുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾ വെറുതെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയുള്ളൂ. ആ വ്യക്തികളുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചും ആ വ്യക്തിയുടെ പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷിച്ചും ഇങ്ങനെ തുടങ്ങിയുള്ളൂ. നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുമെന്ന്. പക്ഷെ ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിക്ക് കൊണ്ടത് നല്ല കറക്റ്റ് സമയത്തായിരിക്കും. അങ്ങനെ ആ കിട്ടിയ സ്നേഹം, അങ്ങനെ ഡെവലപ്പ് ചെയ്ത സ്നേഹം ആ വ്യക്തിയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ആ വ്യക്തിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പമുള്ള ഒരു യാത്ര, കുറച്ച് നിമിഷങ്ങൾ. അത് ആ വ്യക്തി പ്ലാൻ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ അതിന് ഒരുപാട് സന്തോഷമുണ്ടാകും. എന്നെ അംഗീകരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, എൻ്റെ സ്നേഹത്തെ വലുതായി കാണുകയും എൻ്റെ സ്നേഹത്തിൽ മാത്രം സന്തോഷം കാണുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നു. അത് നിങ്ങൾക്കൊരുപാട് ആശ്വാസം നൽകുന്നൊരു ഇഷ്ടമാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ വലുതാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആശ്വാസം കിട്ടുന്നു. അതുപോലെ തന്നെ തിരിച്ചുള്ള സ്നേഹം, അത് നിങ്ങൾ വിലമതിക്കുന്നതാണ്. നിങ്ങൾ ദൈവത്തോട് ഒരു പക്ഷേ നിങ്ങളുടെ ശക്തിയോട് നന്ദി പറയും.
എന്നെ ഓർക്കുമ്പോൾ ആശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സ്നേഹം അത് എന്നിൽ എത്രയോ മടങ്ങ് സ്നേഹം എന്നിലുണ്ടാക്കുന്നു. അതാണ് സ്നേഹത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം കൊണ്ട് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള ആശ്വാസം നിങ്ങൾക്കുണ്ടാകുന്നു. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അത് മുന്നോട്ട് പോട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.